നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖഹേതു എന്ന് പറയുന്നത്, ദുഃഖത്തിന് കാരണം എന്ന് പറയുന്നത് അജ്ഞാനവും എൻ്റേത് എന്ന ബോധവും ഒക്കെയാണ്. അജ്ഞാനം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നതും എൻ്റേത്, എനിക്ക് എന്നുള്ള ചിന്ത തന്നെയാണ്. ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ എപ്പോഴും ദുഃഖഹേതുവാണ്. നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമാവും ഇല്ലേ? നമ്മുടെ സഹോദരനൊരു ആക്സിഡൻറ്റ് പറ്റി എന്ന് നമ്മൾ കേൾക്കുന്ന മാത്രയിൽ നമുക്ക് സങ്കടമായി. എന്നാൽ നിരന്തരം ആക്സിഡൻറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ആർക്കും സങ്കടങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം വെച്ചാൽ അറിയുന്നേ ഇല്ല. ഇനിയിപ്പോൾ നമ്മുടെ വീടിന് 10 വീട് അപ്പുറമാണെങ്കിൽ പോലും നമ്മുടെ സഹോദരനെ പറ്റിയ മനോഭാവം നമുക്കുണ്ടാവില്ല, ചിന്ത നമുക്കുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻ്റേത് എന്നൊരു ധാരണ, ബന്ധങ്ങൾ, പിന്നെ കൂടാതെ എൻ്റേത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദുഃഖം. അല്ലെ, ഇപ്പോൾ നമ്മുടെ മകൾക്ക് വിവാഹം വരുന്നില്ല, അവളുടെ കൂട്ടുകാരിക്ക് വിവാഹം ശരിയായെങ്കിൽ നമ്മൾ എന്താ പറയുക? അവൾക്ക് വിവാഹം ശരിയായി, എന്നിട്ടും എൻ്റെ മകൾക്ക് വിവാഹം ശരിയായില്ല എന്നാ പറയുക. അപ്പോൾ മറ്റുള്ളവരുടെ ഇതിൻ്റെ ആ സന്തോഷം നമുക്ക് പൂർണ്ണ സന്തോഷമാവുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ദുഃഖത്തിന് ഹേതു എന്ന് പറയുന്നത് ബന്ധവും അതുപോലെ തന്നെ എൻ്റേത് എന്ന ബോധവും അജ്ഞാനവുമാണ്. അജ്ഞാനം എന്നതിൻ്റെ ഡെഫിനിഷനാണ് സത്യത്തിൽ ഈ ബന്ധം എന്നുള്ളതും അതുപോലെ തന്നെ എൻ്റേത് എന്നുള്ളതും. എൻ്റേത് എന്നുള്ളതും ബന്ധം എന്നുള്ളതും നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് പോലെ നമുക്ക് ഇവിടെയുള്ളതെല്ലാം ഇവിടുന്ന് ലഭിച്ചതാണ്, നമ്മൾ ആരും കൊണ്ടുവന്നതല്ല. ഈ ലഭിച്ചതെല്ലാം എൻ്റേതാണെന്നും ഞാൻ കൊണ്ടുവന്നതാണെന്നും ഞാൻ കൊണ്ടുപോകുമെന്ന ബോധം ആരിലാണോ ഉള്ളത്, ആ ചിന്ത ആരിലാണോ ഉള്ളത്, അവർക്കാണ് ദുഃഖമുണ്ടാകുക. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ നിവാരണം എന്ന് ചോദിച്ചാൽ അറിവിനെ നേടുക, ജ്ഞാനത്തെ ആർജിക്കുക. ഒന്നും എൻ്റേതല്ല, എല്ലാം ഇവിടുന്ന് ലഭ്യമായതാണ്. നാളെ ഞാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല എന്ന തിരിച്ചറിവ്. നമ്മൾ മരിക്കുമ്പോൾ ആരും കൂടെ മരിക്കാൻ പോകുന്നില്ല. ദുഃഖം ഉണ്ടായിരിക്കും, അത് കുറച്ച് നാൾ മാത്രമായിരിക്കും, പിന്നീട് അത് അവർ മറക്കും. അങ്ങനെയാണ് കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്നേഹം വേണം, സൗഹാർദ്ദം വേണം, പരസ്പര സഹായങ്ങൾ വേണം. പക്ഷെ അതിനൊന്നും അഡിക്റ്റ് ആവാതിരിക്കുക. അതുകൊണ്ട് തന്നെ ബന്ധത്തോടൊപ്പം തന്നെ ബന്ധവിച്ഛേദനം ചെയ്യാൻ പഠിക്കുക. പഠിക്കൽ എന്ന് പറയുന്നത് സ്വാധ്യായത്തിലൂടെ, തിരിച്ചറിവിലൂടെയാണ്. അതിനെല്ലാവർക്കും ആവട്ടെ. എല്ലാവരിൽ നിന്നും ദുഃഖം അകന്നു പോട്ടെ. സദാ ആനന്ദത്തിലിരിക്കാൻ ഞാൻ എന്ന ബോധം വിടുക. ഞാനെന്നാൽ ഈ കാണായതെല്ലാമാണെന്നൊരു ബോധത്തിലേക്ക് എത്തുക. ഈ കാണായതെല്ലാമാണ് നമ്മൾ. അതുകൊണ്ടാണ് നാം എന്ന് ഞാൻ കൂടി പറയുന്നത്. നാം എന്ന് പറഞ്ഞാൽ ഈ കാണായതെല്ലാമാണ്. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അതുകൊണ്ട് നാം എന്ന ബോധത്തിലേക്ക് എല്ലാവരും എത്തട്ടെ. എല്ലാവർക്കും നിത്യാനന്ദം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.